റാപ്പർ വേടനെതിരായ ബലാത്സംഗ പരാതികളിൽ ഗൂഢാലോചനയുണ്ടെന്ന് കുടുംബം. പരാതികളിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ആരോപണങ്ങൾ വേടനെ നിശബ്ദനാക്കാനെന്ന് സഹോദരൻ ഹരിദാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വേടനെതിരെ തുടർച്ചയായി ബലാത്സംഗ പരാതികൾ വന്നതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തൃക്കാക്കര പോലീസാണ് വേടനെതിരെ ആദ്യം ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിന് പിന്നാലെ 2 പരാതികൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ചു. ഈ പരാതികൾ നൽകിയത് വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയുണ്ടെന്നാണ് കുടുംബത്തിന്റെ സംശയം. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്നതായി പരാതിയിൽ ആരോപിക്കുന്നു. വേടൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ് ചിലരുടെ പ്രശ്നമെന്നും നിശബ്ദനാക്കാനാണ് ശ്രമമെന്നും സഹോദരൻ ഹരിദാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നമുക്കിപ്പോൾ കേസിന് പുറകെ കേസായിട്ട് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ വരിക. പിന്നെ നമ്മുടെ ബെയിൽ പരിഗണിക്കുന്ന ദിവസം തന്നെ അന്ന് രാവിലെ തന്നെ പുതിയ പരാതികൾ വരിക. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു മാനസിക വിഷമവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരാതിയുടെ രൂപത്തിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് വാടക വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. അതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പോലീസ് വിട്ടയക്കുകയായിരുന്നു. അന്വേഷണത്തോടെ വേടൻ പൂർണ്ണമായി സഹകരിക്കുന്നതായി പോലീസ് അറിയിച്ചു. എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും വേടന് മുൻകൂർ ജാമ്യമുണ്ട്. ഈ കേസിൽ പരാതിക്കാരിയെ നേരിട്ട് ബന്ധപ്പെടാൻ ഇനിയും പോലീസിനായിട്ടില്ല. ന്യൂസ് മലയാളം, കൊച്ചി.